നിങ്ങളുടെ ഹസ്ബൻഡ് എന്തെങ്കിലും നിങ്ങൾക്ക് ഹേർട്ടാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ടാവും. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. ഒരുപാട് ദിവസത്തേക്ക് അത് അവിടെ അങ്ങനെ കിടക്കും. പുറമേ നമ്മൾ നോർമലായിട്ട് ബിഹേവ് ചെയ്യും. പക്ഷെ ആ ഹേർട്ട്ഫുൾ വേർഡ്സ് കേട്ടതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആങ്കറും കൺഫ്യൂഷനും പെയിനും ഒക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങും, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ? അതോ എന്നൊരു വാല്യൂ ഇല്ലേ എന്ന രീതിയിൽ. വേസ്റ്റ് പാർട്ട് എന്താ അറിയോ? ഈ ഹെവിനെസ് നമ്മൾ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഇത് മൊത്തം നമ്മൾ തീർക്കുന്നത് കുട്ടികളെ മേത്തായിരിക്കും. നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളായിട്ട് നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് മോശം രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻഫുൾ ആവുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വേർത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിങ്ങളുടെ പാർട്ട്ണർ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക. ദോസ് വേർഡ്സ് കംസ് ഫ്രം യുവർ പാർട്ട്ണർ സ്ട്രെസ്. അയാളുടെ സ്ട്രെസ്സിൽ കൂടെ വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും അത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യാതെ നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഒന്ന് കാം ഡൗൺ ആവാൻ സമയം കൊടുക്കുക. ടേക്ക് ടൈം. പെട്ടെന്ന് തന്നെ ചാടിക്കയറി റിയാക്ട് ചെയ്യാൻ പോകരുത്. പിന്നെ സിറ്റുവേഷൻ ഒക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ആയി കഴിഞ്ഞതിൻ്റെ ശേഷം ബ്രിങ് ഔട്ട് ദിസ് ടോപ്പിക് ആൻഡ് ടെൽ ടു ഹിം ദാറ്റ് നിങ്ങൾ ഈ രീതിയിൽ പറഞ്ഞ സമയത്ത് ഇറ്റ് റിയലി ഹേർട്സ് മീ. നമ്മൾ രണ്ടാളും റെസ്പെക്റ്റോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. ബിക്കോസ് ഈ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഹാസ് ഹ്യൂജ് ഇൻഫ്ലുവൻസ് ഓൺ യുവർ കിഡ്സ് ലൈഫ്. ഇവിടെ കുറ്റം പറയേണ്ട, അറ്റാക്ക് ചെയ്യാനും പോകണ്ട. നിങ്ങൾ ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങൾ പറയാം. ലാസ്റ്റ്ലി സെറ്റ് എ സ്റ്റാൻഡേർഡ് ഫോർ യുവർ സെൽഫ്. കാരണം റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ മ്യൂച്വലാണ്. നമ്മൾ അങ്ങോട്ടും കൊടുക്കണം, നമുക്ക് ഇങ്ങോട്ടും കിട്ടണം. നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ഓക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ കീപ്പ് ഓൺ ഡൂയിങ് ദ സെയിം. നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം ടൂ മച്ച് ഒന്നുമല്ല. ഏതൊരു വൈഫും ഡിസേർവ് ചെയ്യുന്ന കാര്യം നിങ്ങളും ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. വാണ്ട് ടു നോ ഹൗ ടു ടോക്ക് ടു യുവർ പാർട്ട്ണർ വിതൗട്ട് ഫൈറ്റ്സ്? ജസ്റ്റ് കമൻറ്റ് റെസ്പെക്ട് ബിലോ.